എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയ് 28, 29, 30 തീയതികളിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, സൗദി പ്രോ ലീഗ് ഫുട്ബോളിലെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, നോർവേ ചെസ് ടൂർണമെന്റിൽ ലോക 1-ാം നമ്പർ താരമായ മാഗ്നസ് കാൾസനെ തോൽപ്പിച്ച ഇന്ത്യക്കാരൻ ആർ പ്രഗ്യാനന്ദ. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ച് വിക്ഷേപിച്ച റോക്കറ്റ് അഗ്നികുൽ കോസ്മോസ്. നമ്മുടെ നാലാമത്തെ ചോദ്യം, നിലവിൽ ICC T20 ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരം സൂര്യകുമാർ യാദവ്. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, 2024 മെയ്യിൽ പാലസ്തീൻ രാഷ്ട്രത്തിന് ഔദ്യോഗികമായി അംഗീകാരം നൽകിയ യൂറോപ്യൻ രാജ്യങ്ങൾ നോർവേ, അയർലാൻഡ്, സ്പെയിൻ. നമ്മുടെ ആറാമത്തെ ചോദ്യം, ലോക സാമ്പത്തിക ഫോറം പുറത്തുവിട്ട ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ സ്ഥാനം 39. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. നമ്മുടെ ഏഴാമത്തെ ചോദ്യം, ഡൽഹിയിൽ രേഖപ്പെടുത്തിയ രാജ്യത്തെ റെക്കോർഡ് താപനില 52.3 ഡിഗ്രി സെൽഷ്യസ്. എട്ടാമത്തെ ചോദ്യം, അടുത്തിടെ നെല്ലിയാമ്പതി മലനിരകളിൽ നിന്നും കണ്ടെത്തിയ സ്റ്റെല്ലേറിയ ഗ്രൂപ്പിലെ പുതിയ സസ്യത്തിന് നൽകിയ പേര് സ്റ്റെല്ലേറിയ മക്ലിൻഡോക്കിയ. നമ്മുടെ ഒൻപതാമത്തെ ചോദ്യം, കേരളത്തിലെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് എന്നാണ് ആരംഭിക്കുന്നത്? ജൂൺ 25. പത്താമത്തെ ചോദ്യം, 2024 മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? റെമാൽ. നമ്മുടെ 11ാമത്തെ ചോദ്യം, 2024 യുക്രൈൻ സമാധാന ഉച്ചകോടിക്ക് വേദിയാകുന്നത് സ്വിറ്റ്സർലാൻഡ്. നമ്മുടെ 12ാമത്തെ ചോദ്യം, ഭൂമിയുടെ ധ്രുവങ്ങളെക്കുറിച്ചും സമുദ്രനിരപ്പ് ഉയരുന്നതിനെ കുറിച്ചും പഠിക്കാൻ 2024 മെയ് മാസത്തിൽ നാസ വിക്ഷേപിച്ച കാലാവസ്ഥ ഉപഗ്രഹം പ്രീ ഫയർ പോളാർ റേഡിയന്റ് എനർജി ഇൻ ദ ഫാർ ഇൻഫ്രാറെഡ് എക്സ്പെരിമെന്റ് എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. നമ്മുടെ 13ാമത്തെ ചോദ്യം, എവറസ്റ്റ് ദിനം എന്നാണ്? മെയ് 29. 14ാമത്തെ ചോദ്യം, 4 വ്യത്യസ്ത ലീഗുകളിൽ ടോപ്പ് സ്കോറർ ആകുന്ന ആദ്യ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. നമ്മുടെ 15ാമത്തെ ചോദ്യം, 6 ഗ്രഹങ്ങൾ ഒന്നിച്ച് ആകാശത്ത് ദൃശ്യമാകുന്ന പ്ലാനറ്റ് പരേഡ് എന്ന അപൂർവ പ്രതിഭാസം ദൃശ്യമാകുന്നത് ജൂൺ 3-നാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. നമ്മുടെ 16ാമത്തെ ചോദ്യം, കേരളത്തിന്റെ പുതിയ ലോകായുക്തയായി നിയമിതനാകുന്നത് ജസ്റ്റിസ് N അനിൽകുമാർ. നമ്മുടെ 17ാമത്തെ ചോദ്യം, കുടുംബശ്രീയുടെ 26ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ കലോത്സവം അരങ്ങ് 2024. 18ാമത്തെ ചോദ്യം, കുടുംബശ്രീ കലോത്സവം അരങ്ങ് 2024 വേദി കാസർഗോഡ്. നമ്മുടെ അവസാനത്തെ ചോദ്യം, അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ 3000 റൺസ് നേടിയ ആദ്യ ഇംഗ്ലണ്ട് താരം ജോസ് ബട്ട്ലർ. നമ്മുടെ വീഡിയോയുടെ അവസാനിക്കാണ്. നോട്ട്സ് വേണ്ട ഒരു റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.